ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത്ത് തങ്കച്ചിയോട് പ്രഭാവതിയെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുകയാണ്. അമ്മ ഇതുവരെയും ജീവിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, അത്രയ്ക്ക് നല്ല മനസ്സായിരുന്നു അമ്മയുടേത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ തങ്കച്ചി ചോദിക്കുകയാണ്, അല്ല അമ്മയുടെ അവയവങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നത് അതിനോട് നിനക്ക് യോജിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതാണ് നല്ലത്, അമ്മയുടെ അവയവങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ എനിക്ക് സമ്മതമാണ് എന്ന് പറയട്ടെ. അപ്പോൾ തങ്കച്ചി പറയണേ, ഇതോടുകൂടി നീ എല്ലാവർക്കും മുന്നിൽ പ്രശസ്തനാവും, നീ ഒരു മഹാനാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് തങ്കച്ചി പോകുന്നത്. അപ്പോൾ ശരത്ത് മനസ്സുകൊണ്ട് പുച്ഛിക്കുകയാണ്, ഇവർക്കൊക്കെ എന്നെക്കുറിച്ച് എന്തറിയാം എന്നുള്ള ഭാവത്തിൽ. പിന്നീട് പ്രിയ മനോഹരൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. ഇപ്പോൾ ശരത്തിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവനും പറയുന്നത്. അവനെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുകയാണ്. കേട്ടുകൊണ്ടാണ് മുത്തശ്ശി വരുന്നത്. അപ്പോൾ എന്താണ് ശരത്തിനെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ അമ്മയുടെ അവയവങ്ങളൊക്കെ ദാനം ചെയ്യാൻ തീരുമാനിച്ചല്ലോ, അതിനെക്കുറിച്ചാണ്. അവൻ നല്ലവനാണ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അവനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ അവൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്കല്ലേ അറിയൂ എന്ന് മനോഹരൻ പറയുമ്പോൾ മുത്തശ്ശി പറയണേ, നീ എന്തിനാണ് ശരത്ത് ഇങ്ങനെ നല്ല കാര്യം ചെയ്യുമ്പോഴും നീ അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? അവൻ നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ. നമ്മുടെ വീട്ടിലെ കുട്ടിയോ? നിത്യയെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ, നിത്യ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണെങ്കിൽ പറയായിരുന്നു. ഇതിപ്പോൾ അതൊന്നുമില്ല. പിന്നെ അമ്മ അങ്ങനെയുള്ള വാക്കുകളൊന്നും പറയാൻ നിൽക്കണ്ട. മുത്തശ്ശി പറയണേ, അല്ലെങ്കിലും ശരത്തിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും നിങ്ങളത് അംഗീകരിക്കില്ലല്ലോ. ശരത്ത് എന്ത് നല്ല കാര്യം ചെയ്താലും നിങ്ങൾ അതൊന്നും അംഗീകരിക്കില്ലല്ലോ എന്ന് പറഞ്ഞതോടുകൂടി പ്രിയ പറയുകയാണ്, ശരത്ത് എന്ത് നല്ല കാര്യം ചെയ്തു എന്നാണ്. പ്രിയ വല്ല ബാധ കയറിയതുപോലെയാണ് മുത്തശ്ശിയോടും മനോഹരനോടും സംസാരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവരൊക്കെ ഇങ്ങനെ അതിശയിച്ച് പോവാട്ടോ. പ്രിയയുടെ ആ സംസാരവും ഭാവവ്യത്യാസവും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ശരത്തിനെ കുറിച്ച് ഇങ്ങനെ മുത്തശ്ശി നല്ല കാര്യം പറയുന്നത്? നിത്യയോട് ചെയ്ത ക്രൂരത എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. മുത്തശ്ശിക്ക് അതിനെക്കുറിച്ച് വല്ലതും അറിയും. എന്താ പ്രിയ, നീ വല്ല ബാധ കയറിയതുപോലെ സംസാരിക്കുന്നത്? അപ്പോൾ പ്രിയ പറയണേ, നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ ശരത്ത് ആരാണെന്നുള്ളതും അവൻ്റെ സ്വഭാവം എന്താണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് മതി ശരത്തിനെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കല് എന്നും പറഞ്ഞാണ് പ്രിയ അകത്ത് പോകുന്നത്. അപ്പോൾ പ്രിയയുടെ പെട്ടെന്നുള്ള ഭാവവ്യത്യാസം കണ്ട് മുത്തശ്ശിയും മനോഹരനും ഞെട്ടി നിൽക്കുകയാണ്. പിന്നീട് ഡോക്ടറും ശരത്തും കൂടി മീഡിയക്കാരോട് സംസാരിക്കുകയാണ്. അപ്പോൾ ശരത്തിനെ പുകഴ്ത്തി സംസാരിക്കുകയാണ് ഡോക്ടർ. എന്നിട്ട് ശരത്ത് മീഡിയക്കാരുടെ മുന്നിൽ വെച്ച് അഭിനയിച്ചുകൊണ്ട് കരയുകയാണ്. എനിക്ക് ഈ ഭൂമിയിൽ ആകെ ഉണ്ടായിരുന്നത് എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയും ഇനി ഇല്ലാതാവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ച് നല്ലവനായി സംസാരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ലൈവായിട്ട് ചന്ദ്ര ഫോണിലിരുന്ന് കാണാൻ കേട്ടോ. അപ്പോഴാണ് രംഗൻ ഇത് കണ്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ രംഗനോട് പറയുകയാണ്, കണ്ടില്ലേ ശരത്ത് എത്ര മഹാനാണ്, അവൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് അവൻ്റെ അമ്മയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ഒരുങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോൾ രംഗൻ പറയണ, അല്ല നിനക്ക് അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനോട് നിനക്ക് യോജിപ്പില്ലായിരുന്നല്ലോ, ഇപ്പോൾ ശരത്ത് ചെയ്തപ്പോൾ അവനൊരു മഹാനായി എന്ന് നീ പറയുന്നു. അതെ, ശരത്ത് മഹാൻ തന്നെയാണ്. ഞാനിപ്പോൾ ശരത്തിനെ കാണാൻ പോവുകയാണ്. നിങ്ങളുടെയൊക്കെ മനസ്സ് ദുഷിച്ചതായതുകൊണ്ടാണ് നിങ്ങളിപ്പോഴും ശരത്തിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. അപ്പോൾ രംഗൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് രംഗൻ പറയണേ, എങ്കിൽ നീ ശരത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അങ്ങ് പൂജിച്ചേക്ക്, അവനൊരു മഹാനാണെങ്കിൽ. അതെ, നിങ്ങളുടെ അസൂയയ്ക്ക് മറുപടിയും എനിക്ക് തരാനില്ല എന്നും പറഞ്ഞ് ചന്ദ്ര ശരത്തിനെ കാണാൻ വേണ്ടി പോവാൻ ഒരുങ്ങാണ്. പിന്നീട് ശരത്ത് സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെല്ലണേ. എന്നിട്ട് പറയണേ, ഞാൻ തനിച്ചൊന്ന് എൻ്റെ റൂമിൽ പോയി ഇരുന്നോട്ടെ എന്ന് ചോദിക്കുക. അതിനെന്തിനാ നീ എന്നോട് അനുവാദം ചോദിക്കുന്നത്? അല്ല, എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നത് ഇപ്പോൾ സിദ്ധു അല്ലേ, അതുകൊണ്ടാണ് സിദ്ധുവിനോട് ഞാൻ അനുവാദം ചോദിച്ചത്. അതിനെന്താ, നീ പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറയട്ടെ. അങ്ങനെ ശരത്ത് റൂമിൽ ചെന്ന ശേഷം പ്രഭാവതിയുടെ ഫോണിൽ നോക്കി സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അമ്മയുടെ ഈ അവസ്ഥ ഇങ്ങനെ വരുത്തിയത് അമ്മ തന്നെയല്ലേ. അമ്മ എന്നെ ഒറ്റ കൊടുക്കാൻ നോക്കിയത് കൊണ്ടല്ലേ അമ്മയെ ഞാൻ ഇടിച്ചു വീഴ്ത്തിയത്. പക്ഷേ അമ്മ കാരണം ഇപ്പോൾ ഞാനൊരു മഹാനായി, ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാനിപ്പോൾ തിളങ്ങി നിൽക്കുകയാണ്. അതിനെല്ലാം കാരണം അമ്മയാണ്. അതുകൊണ്ട് ഇത് വെച്ച് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് ഞാനൊന്ന് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയട്ടെ. അപ്പോഴാണ് ശരത്ത് അങ്ങനെ സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് റൂമിലെ കതകിൽ വന്ന് ഒരാൾ മുട്ടുന്നത്. അതോടുകൂടി ശരത്ത് വീണ്ടും കരഞ്ഞതുപോലെ അഭിനയിക്കുകയാണ്. അപ്പോൾ വീണ്ടും സിദ്ധു ആണ് വരുന്നത്. സിദ്ധുവിനെ കണ്ടപ്പോൾ ശരത്ത് കരഞ്ഞുകൊണ്ട് പറയണ്, ഞാൻ റൂമിലിരുന്ന് കരയുകയായിരുന്നു എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്ത്. സിദ്ധു ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്തേനെ എന്ന് പറഞ്ഞ് കരയുമ്പോൾ സിദ്ധു അതൊക്കെ വിശ്വസിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സിദ്ധു പറയണ, ഡോക്ടർ വിളിക്കുന്നുണ്ട്, വെന്റിലേറ്ററിൽ നിന്നും നിൻ്റെ അമ്മയെ മാറ്റാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ജീവനോടെ നിൻ്റെ അമ്മയെ നിനക്കൊന്ന് കാണണമെങ്കിൽ നീ കണ്ടോ എന്ന് പറയുന്നുണ്ട്. ഇല്ല, എനിക്ക് എൻ്റെ അമ്മയെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് കാണണ്ട, എനിക്ക് എൻ്റെ അമ്മയെ ഈ അവസ്ഥയിൽ കാണാനുള്ള ത്രാണി ഇല്ലാഞ്ഞിട്ടാണ് എന്ന് ഡോക്ടറോട് സിദ്ധു പറഞ്ഞാൽ മതി. അമ്മമാരോട് എന്ത് തെറ്റ് ചെയ്താലും, മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അവരത് ക്ഷമിക്കും.
അത് അങ്ങനെയാണ്. തെറ്റോ? എന്ത് തെറ്റ്? അയ്യോ, തെറ്റെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാനിപ്പോൾ അമ്മയെ കാണാൻ വരാത്തത് ഒരു തെറ്റല്ലേ? അതിൻ്റെ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അമ്മയെ ആരാണാവോ വണ്ടി ഇടിച്ചത്, ആര് തന്നെയാണെങ്കിലും അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ എന്നൊക്കെ പറയട്ടോ. അങ്ങനെ അഭിനയിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ശരത്ത് അവിടെ നിന്ന് പോകുന്നത്. എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ സിദ്ധുവിനൊരു ചെറിയ സംശയം വരികയാണ്. ഇവനെന്താ അഭിനയിക്കുകയാണോ? ഇവൻ്റെ കരച്ചിലും ഇവൻ്റെ അഭിനയവും ഒക്കെ കാണുമ്പോൾ ഇവനാണോ ഇതിൻ്റെ പിറകിൽ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സിദ്ധു ശരത്തിനെ നോക്കുന്നത്. പിന്നീട് ജയശങ്കർ അക്ഷരയോടും സ്വാമിയോടും പറയണ ശരത്തിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ. ഞാൻ ശരത്ത് ഒരു തല്ലിപ്പൊലിയാണെന്നാണ് കരുതിയത്, പക്ഷേ ശരത്തിന് ഇത്രയ്ക്ക് നല്ല മനസ്സുണ്ടെന്ന് ഞാൻ കരുതിയില്ല. സ്വന്തം അമ്മയുടെ അവയവങ്ങൾ ദാനം ചെയ്യുക എന്നുള്ള മനസ്സ് അത് വലിയവർക്ക് മാത്രമേ ഉണ്ടാവൂ. ഇപ്പോഴും ഇങ്ങനെയുള്ള മനസ്സുള്ളവരൊക്കെ ജീവനോടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അക്ഷര പറയണ്, ഡാഡി എന്തറിഞ്ഞിട്ടാണ് ശരത്തിനെ കുറിച്ച് പറയുന്നത്? അവന് ഒരു വലിയ ക്രിമിനലാണ്. അവൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവന് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാവും, അല്ലാതെ അവൻ ഇതിനൊന്നും ചെയ്യില്ല. അപ്പോൾ സ്വാമി പറയണ, അല്ലെങ്കിലും നല്ലവരെ ഒന്നും തിരിച്ചറിയാൻ കഴിയില്ലല്ലോ. എന്താണാവോ സ്വാമി ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം? നിങ്ങളെ ഉദ്ദേശിച്ചാണോ? എനിക്ക് ശരത്തിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരേ അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത്. അവനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാനതൊന്നും വിശ്വസിക്കില്ല. എനിക്ക് അവനെ നന്നായിട്ട് തന്നെ അറിയാം. അവനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ എന്തിൽ നിന്നോ ശ്രദ്ധ മാറ്റാനുള്ള അടവാണ് അവനിപ്പോൾ നടത്തുന്നത്. അവൻ എന്തോ ഒന്ന് മറച്ചു വെക്കാൻ വേണ്ടി അവനിപ്പോൾ ഇതിനൊക്കെ നിൽക്കുന്നത്, അല്ലാതെ അവൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവനെക്കുറിച്ച് പുകഴ്ത്തിയൊന്നും ഡാഡി എന്നോട് സംസാരിക്കേണ്ട എന്നും പറഞ്ഞ് അക്ഷര പോകുന്നത്. അപ്പോൾ ജയശങ്കർ ചോദിക്കാൻ, അല്ല അക്ഷര പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അവൻ എന്തെങ്കിലും മറച്ചു വെക്കാൻ വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്വാമി പറയണ, ഒരിക്കലുമില്ല. ശരത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് തന്നെയാണ് അവൻ്റെ അമ്മയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ അവൻ തീരുമാനിച്ചിട്ടുള്ളത്, അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയല്ല. നല്ലതൊരാൾ ചെയ്താൽ അത് അംഗീകരിക്കേണ്ട മനസ്സ് നമുക്കുണ്ടാവണമല്ലോ. അപ്പോൾ ജയശങ്കർ പറയണ, എല്ലാം കാലം തെളിയിക്കട്ടെ. പിന്നീട് മുത്തശ്ശി മനോഹരനോട് വന്ന് പറയുകയാണ്, എനിക്ക് അവസാനമായിട്ട് എനിക്ക് പ്രഭാവതിയെ ഒന്ന് കാണണം. മനോഹര, നീ എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുമ്പോൾ മനോഹരൻ പറയണേ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. വേണമെങ്കിൽ അമ്മ ഒരു ഓട്ടോ വിളിച്ച് പോയേക്കും. അല്ല, പ്രഭാവതിയുടെ മൃതദേഹം ഇവിടേക്ക് തന്നെയല്ലേ കൊണ്ടുവരേണ്ടത്? അപ്പോൾ മനോഹരൻ, ഇവിടേക്കോ? എന്തിനാ ഇവിടേക്ക് കൊണ്ടുവരാൻ? അല്ല, പ്രഭാവതിക്ക് ഇപ്പോൾ വീടും സ്ഥലവും ഒന്നും ഇല്ലാത്തതല്ലേ, അപ്പോൾ ഇവിടേക്കല്ലേ കൊണ്ടുവരേണ്ടത്? അപ്പം മനോഹരൻ പറയണേ, ഇല്ല, ഇവിടേക്കൊന്നും കൊണ്ടുവരേണ്ട. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനാണ് ശരത്ത് തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അമ്മ അവിടെ പോയിട്ട് ഇവിടേക്കൊന്നും പ്രഭാവതിയുടെ മൃതദേഹം കൊണ്ടുവരാനൊന്നും നിൽക്കണ്ട. അമ്മ വെറുതെ അവിടെ പോയിട്ട് നാണം കെടാൻ നിൽക്കണ്ട. ഞാൻ അതിന് സമ്മതിക്കില്ല. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഇല്ല, ഞാനൊന്നും അവിടെ പോയി പറയാൻ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഈ സമയം പോലീസ് ദേവികയുടെ അടുത്തേക്ക് ചെല്ലാണ്. എൻ്റെ പ്രഭാവതി ഇടിച്ചിട്ട് കാറ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഫോട്ടോ കണ്ടതോടുകൂടി ഇത് തന്നെയാണ് കാറ് എന്ന് ദേവിക പറയട്ടെ. അപ്പോൾ പോലീസ് പറയാണ്, ഉറപ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ, എനിക്ക് നമ്പർ ഓർമ്മയില്ലായികയാണ്, പക്ഷേ ഇത് തന്നെയാണ് എന്ന് പറയട്ടെ. അങ്ങനെ ദേവിക അതിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോലീസ് ചെല്ലുകയാണ്. എന്നിട്ട് പോലീസ് സിദ്ധുവിനോട് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ, എന്തിന്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, അങ്ങനെ രണ്ട് വേഷം ഇട്ട് നടന്നാൽ നിങ്ങളെ കണ്ടുപിടിക്കില്ല എന്നാണോ നിങ്ങൾ കരുതിയത്? പ്രഭാവതിയെ ഇടിച്ചിട്ട കാറ് ഞങ്ങൾ കണ്ടുപിടിച്ചു. അത് ദേവിക ഇത് തന്നെയാണെന്ന് പറയുകയും ചെയ്തു. ഈ കാറ് നിങ്ങളുടേതല്ലേ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു, അതെ, ഇത് എൻ്റെ കാറ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് പ്രഭാവതിയെ ഇടിച്ചിട്ടത്. ഇത് CCTVയിൽ നിന്ന് കിട്ടിയ ദൃശ്യങ്ങളാണ്. നിങ്ങളുടെ കാറാണ് പ്രഭാവതിയെ ഇടിച്ചിട്ടത് എന്ന് പറയുമ്പോൾ സിദ്ധു അങ്ങ് ഞെട്ടിപ്പോവാണ്. ദേവിക അങ്ങ് ഞെട്ടിപ്പോട്ടോ. ഇല്ല, സിദ്ധു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ദേവിക പറയുമ്പോൾ, അതെങ്ങനെ, നിങ്ങളുടെ കാറ് മറ്റാരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ എന്ന് സിദ്ധുവിനോട് ചോദിക്കുമ്പോൾ, ഇല്ല, എൻ്റെ കാറ് ഞാൻ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ എങ്ങനെയാണ്? അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ പ്രഭാവതിയെ ഇടിച്ചിട്ടത്? ഇല്ല, ഇതിലെന്തോ ഒരു ചതിയുണ്ട്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് തീരുമാനിക്കാം. ഇപ്പോൾ നിങ്ങളോട് ഞാൻ നിയമങ്ങളൊന്നും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഈ കാറാണ് ഇടിച്ചിട്ടത് എന്ന് ദേവിക പറഞ്ഞു. നിങ്ങളാണ് ഈ കാർ ഉപയോഗിക്കാറുള്ളത് എന്ന് നിങ്ങളും പറഞ്ഞു. പിന്നെ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? നടക്ക് സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞ് ഇവിടെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് സിദ്ധുവിനെയും കൊണ്ട് അവർ സ്റ്റേഷനിലേക്ക് പോകട്ടെ. അപ്പോഴത്തേക്കും ദേവിക അങ്ങ് ഞെട്ടിപ്പോകണം. അങ്ങനെ ദേവിക നേരെ നിരഞ്ജൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഡോക്ടർ, എൻ്റെ സിദ്ധുവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. എന്തുണ്ടായി ദേവിക എന്ന് ചോദിക്കുമ്പോൾ കാര്യം പറയുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും സിദ്ധുവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ സമ്മതിക്കില്ല. സിദ്ധു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ഇതിലെന്തോ ഒരു ചതിയുണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും കള്ളത്തരം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജനും ദേവികയും അടുത്തേക്ക് ചെല്ലാണ്. അപ്പോഴത്തേക്കും ശരത്ത് എല്ലാം മനസ്സിൽ പ്ലാൻ ചെയ്തതുപോലെ നടക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സിദ്ധുവിനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ശരത്ത് വിചാരിച്ചതുപോലെ
സിദ്ധുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നോക്കി നിൽക്കുന്നത്. അങ്ങനെ പോലീസുകാർ സിദ്ധുവിനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങാണ്.